ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഏറ്റവും വലിയ ആ വൃക്ഷത്തിൻ്റെ അഗ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആഞ്ജനേയ സ്വാമി അശോകവനിയിലെ ഭൂഭാഗങ്ങളിൽ വീണ്ടും വീണ്ടും ഉറ്റുനോക്കി. സീതാന്വേഷണ തൽപരമായ ആ നേത്രങ്ങളിൽ ആനന്ദം അലയടിക്കുന്നുണ്ട്. കൽപ്പകവള്ളികളോടു കൂടിയ വിടപികൾ സർവത്ര ശോഭിക്കുന്നു. ദിവ്യ സുഗന്ധരസം നാല് പുറവും പ്രസരിക്കുന്നു. പക്ഷിമൃഗാദികളാൽ ആവൃതമായ ആ പൂന്തോപ്പ് നന്ദനോദ്യാന തുല്യമാണ്. മേടകൾ, മാളികകൾ എന്നിവ തിങ്ങിയതും കുയിൽനാദം പരന്നതും വിലയേറിയ വിരിപ്പുകൾ ഇട്ട അനേക സിംഹാസനങ്ങളോട് കൂടിയതുമാണ് അവിടം. വികസിച്ചു നിൽക്കുന്ന സുവർണ താമരകളെ കൊണ്ട് മിന്നലൊളി ആർന്ന തടാകങ്ങൾ ധാരാളം. എന്നുമെന്നും പൂത്തും കായ്ച്ചുമിരിക്കുന്ന തരുനികരങ്ങളാൽ രമ്യമായതുമാണ്. ഉദയസൂര്യപ്രഭയ്ക്കു തുല്യം വികസിച്ച പുഷ്പങ്ങൾ നിറഞ്ഞ അശോകമരങ്ങൾ അവ അഗ്നിജ്വാലകൾ വമിക്കുന്നത് പോലെ വെട്ടിത്തിളങ്ങുന്നു. ആയിരം പക്ഷികൾ തെരുതെരെ പറന്നു വന്ന് ചില വൃക്ഷങ്ങളിലിരിക്കുമ്പോൾ ഇല പോലും ഇല്ലാത്തതാണ് അവയെന്ന് തോന്നിയേക്കും. ശോകനാശം ഉണ്ടാക്കുന്ന അശോകങ്ങൾ അടിമുടി ഒരുപോലെ പുഷ്പിച്ചു നിൽക്കുന്നു. പൂർച്ചാർത്തിൻ്റെ ഘനം കൊണ്ട് ശാഖാഗ്രങ്ങൾ ഭൂമിയെ സ്പർശിക്കുന്നുണ്ടോ എന്ന സംശയം തോന്നിയേക്കും. പിലാശും കൊന്നയും സ്വർണ്ണനിറ പൂവുകൾ കൊണ്ട് ആ സ്ഥലത്തെയെല്ലാം തീയെരിയിക്കുന്നത് പോലെ ശോഭിപ്പിക്കുന്നു. ഏറ്റവും വലിയ മുരടുകളുള്ള ചമ്പകം, നറുവരി, ഏഴിലംപാല, പുന്ന എന്നിവ വളരെ പുഷ്പിച്ചു നിൽക്കുന്നു. ചിലത് അഗ്നിജ്വാലകളെ പോലെയാണ്. വേറെ ചിലത് പൊന്നിറമുള്ളതും മറ്റു ചിലത് നീലാഞ്ജന തുല്യം. ഇങ്ങനെ ആയിരം അശോകങ്ങൾ അവിടെയുണ്ട്. കുബേരൻ്റെ ചിത്രരഥമെന്ന ഉദ്യാനമോ വാനോർ നായകൻ്റെ നന്ദനമെന്ന ആരാമമോ ഇതിന് തുല്യമല്ല. അചിന്ത്യവും ദിവ്യവും സുചാരു പ്രഭാദീപ്തവുമാണിത്. പുഷ്പങ്ങളാകുന്ന നക്ഷത്രങ്ങളാൽ മറ്റൊരു ആകാശം പോലെ അശോകവനിക പ്രശോഭിച്ചു. കുസുമങ്ങളാകുന്ന രത്നങ്ങളാൽ അഞ്ചാമത്തെ അലയാഴി പോലെയാണ് അവിടം. മധുപൂർണങ്ങളായ സുരഭില സുമനിര സമൃദ്ധമായുള്ള വിടഭങ്ങളാൽ വിവിധ കളനാദം ഉതിർക്കുന്ന വിഹംഗങ്ങളാൽ മനോഹര ആരാവങ്ങളോടുകൂടിയ മൃഗങ്ങളാൽ വർദ്ധിച്ച പുണ്യഗന്ധങ്ങളാൽ ഏതൊരാളുടെയും കണ്ണും കരളും കക്കുന്ന രമണീയതയാൽ രണ്ടാമത്തെ ഗന്ധമാധനാദ്രി പോലെ ആ മലർക്കാവ് മാരുതിക്ക് തോന്നി. അത്യുന്നതമായൊരു ചൈത്യപ്രസാദം സമീപത്ത് ആയിട്ടുള്ളത് പ്ലവകേന്ദ്രൻ കണ്ടു. അടിയിൽ 1000 തൂണുകളുള്ള അത് കൈലാസ ശിഖരം പോലെ വെണ്മയേറിയതായിരുന്നു. തങ്കം കൊണ്ടുള്ള തറ, പവിഴം കൊണ്ടുള്ള പടികൾ, ഏതൊരു ദൃഷ്ടിയെയും കക്കുന്ന ഉജ്ജ്വലകാന്തി, ആകാശം മുട്ടത്തക്ക ഉയരം. ആ മണിമന്ദിരം അതികമനീയമായി തിളങ്ങി. അസുര സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് മങ്ങിയ രൂപവടിവോടുകൂടി വ്രതം കൊണ്ട് കൃഷിയായി ഇടയ്ക്കിടെ ദുഃഖസംതപ്തമായ നെടുവീർപ്പുകളിട്ട് വെളുത്ത പക്ഷത്തിലെ ആദ്യ ചന്ദ്രകല പോലെയുള്ളൊരു നാരീരൂപം പെട്ടെന്ന് ഹനുമാന്റെ ദൃഷ്ടിക്ക് ലക്ഷ്യമായി. അതിശ്രദ്ധയോടുകൂടി നോക്കിയാൽ മാത്രമേ ആ സൗന്ദര്യധാമത്തിൻ്റെ അമേയത്വം മനസ്സിലാക്കുവാൻ ഏതൊരാൾക്കും സാധിക്കുകയുള്ളൂ. പിന്നിത്തുടങ്ങിയ മഞ്ഞ പട്ടുടുത്ത് ആഭരണങ്ങൾ ഒന്നും അണിയാതെ പുകയുടെ നടുവിലെ തീനാളം പോലെ ചളി അണിഞ്ഞൊളി കെട്ട് താമരപ്പൂവില്ലാത്ത പാവന പൊയ്ക പോലെ ലജ്ജ കൊണ്ട് ആനനം താഴ്ത്തിയും ദുഃഖം കൊണ്ട് വെന്തുരുകിയും ക്ഷീണിച്ച് ദയനീയായിരിക്കുന്ന ആ തന്വീമണി ചൊവ്വാഗ്രഹം ബാധിച്ച രോഹിണി നക്ഷത്രം പോലെ അശ്രുപൂർണമുഖിയായി ഭക്ഷണമൊന്നും കഴിക്കാത്തതിനാൽ അതികൃശഗാത്രയായി അടക്കാൻ കഴിയാത്ത അഴൽ കൊണ്ട് രാവും പകലും വിഷമിച്ചിരിക്കുകയാണ്. അസുഖമുണ്ടാക്കുന്ന ഘോര രാക്ഷസികളെ മാത്രം കാണുന്നവൾ, ഇഷ്ടപ്പെട്ട യാതൊരാളെയും കാണാത്തവൾ, കൂട്ടത്തെ വിട്ടൊരു സാധുമാൻ കുട്ടി ശ്വാക്കളുടെ മധ്യത്തിൽ പെട്ടതുപോലെ ജഗനത്തിൽ പറ്റിക്കിടക്കുന്ന പെരുമ്പാമ്പ് പോലെയുള്ള ഏകവേണിയാൽ ശരൽക്കാലത്തിലെ നീണ്ടുകിടക്കുന്ന കറുത്ത കാടോടുകൂടിയ പാരിടം പോലെ ദുഃഖം എന്താണെന്ന് അതിനു മുമ്പ് ഒരിക്കലും അറിയാത്തവൾ, സുഖാർഹയാണെങ്കിലും സംതപ്ത ഹൃദയത്തോടു കൂടിയവൾ, അഴകെഴുന്ന ദേഹത്തോടെ കൃശഗാത്രയായിരിക്കുന്ന ആ വിശാലലോചനയെ ലക്ഷണങ്ങളെ കൊണ്ട് സീതാദേവിയാണെന്ന് ശ്രീ ഹനുമാൻ ഊഹിച്ചു. കാമരൂപിയായ അസുരേശ്വരൻ അപഹരിച്ചുകൊണ്ട് പോരുമ്പോൾ ഋഷ്യമൂകാചലത്തിലിരിക്കുന്ന താൻ ഒരൊറ്റ പ്രാവശ്യം കണ്ട ആ സധീരത്നമാണ് ഈ ഇരിക്കുന്നതെന്ന് മഹാത്മാവായ വായുനന്ദനന് മനസ്സിലായി. ശരൽക്കാലത്തിലെ മുഴുത്തിങ്കൾ പോലെയുള്ള മുഖം, ചാരുക്കളായ പുരികങ്ങൾ,
ലക്ഷണമൊത്ത വക്ഷോജങ്ങൾ, ദേഹകാന്തി കൊണ്ട് ചുറ്റും പ്രകാശിപ്പിക്കുന്ന സൗന്ദര്യം, നീണ്ടു ചുരുണ്ട് ഇടതൂർന്ന കുന്തളഭാരം, ചെന്തൊണ്ടി പഴം വെല്ലുന്ന അധരങ്ങൾ, അതികൃശമായ ഉദരം, നിൽക്കുന്നതിൽ ഉള്ള അസാമാന്യ ഭംഗി, കരിങ്കുവലയ പൂവിതൾ പോലെയുള്ള വിലോചനങ്ങൾ, ഇങ്ങനെ കാമദേവ പത്നി രതീദേവിയെ പോലെ ആ സൗന്ദര്യധാമം വിളങ്ങുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.